മോഹിനിയാട്ടത്തിലെ ക്യാരക്ടേഴ്സിനൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതേ സ്പിരിറ്റിൽ തന്നെ പോകുന്ന, ഒരേപോലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന നല്ല ഒത്തൊരുമയുള്ള ഒരു ഫാമിലി. പിന്നെ പുതിയ കുറച്ച് ആൾക്കാർ വന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും പരിപാടികളും അതൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളും അതേട്ടോ, എക്സ്ട്രാ വള്ളികൾ വന്നിട്ടുണ്ട്. ഈ വള്ളി ഓൾറെഡി വണ്ടി പിടിച്ച് വന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ. സുഭാഷ് ഇതില് ഭയങ്കര സംഭവമാണ്. പുള്ളിയാണ് ഇതിന്റെ മെയിൻ ആള് എന്ന് പറയുന്നത്. സുഭാഷ്, ഇതാണ് സുഭാഷ്. നിങ്ങളല്ലായിരുന്നു സുഭാഷ്? ഭരതനാട്യത്തിൽ ഞാനായിരുന്നു സുഭാഷ്. മോഹിനിയാട്ടത്തിൽ ഇങ്ങനെയാണ് സുഭാഷ്. സുഭാഷിയാണ് പേര് മാറിയാ? ഇല്ല, പേര് മാറിയില്ല, സുഭാഷ് തന്നെ. ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഷൂട്ടിന് വന്നപ്പോക്കെ ആരോടും മിണ്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ കൂളിംഗ് ഗ്ലാസ് വെച്ച് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഭയങ്കര മസിൽ പിടുത്തം ഞാൻ എന്റെ പിള്ളേരോടൊക്കെ ചോദിച്ചു നിങ്ങളോടൊക്കെ മിണ്ടുന്നുണ്ടോ. എനിക്ക് പിന്നെ ഇപ്പം വലിയ റാപ്പ് സിംഗർ ആണെന്നൊക്കെ അറിഞ്ഞപ്പോ ഞാൻ ജാട ഇടുകയെന്ന് തന്നെയാ വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ബേബി തന്നെയാണത്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പോകുമ്പോ വള്ളിത്തേരുണ്ടോ. പടം റിലീസായതിനു ശേഷം ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറേ കമൻസ് കണ്ടു. എന്തിനാ കാവ്യ മാധവനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചത്, ജോലിക്കാരി തള്ളയ്ക്ക് ഇത്ര നല്ല വോയിസിൻ്റെ ആവശ്യമുണ്ടോ. എന്നാലും ഞാനിങ്ങനെ പറയാറുണ്ട്, ദൈവമേ എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ ഡബ് ചെയ്തതില്ല, അപ്പം എൻ്റെ ശബ്ദം എനിക്ക് കൊടുക്കാൻ പറ്റണമല്ലോ. ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ ഇറ്റ് ഇസ് ടീം മോഹിനിയാട്ടം. വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ആ പാട്ടിൽ കാണുന്ന നീല ടീഷർട്ട് ഇട്ട ആള് താങ്കളാണോ? നമ്മുടെ പടത്തിലല്ലേ? അത് ഞാൻ അല്ലേ? ഇത് കണ്ടിട്ട് പോലും മനസ്സിലാവുള്ളത് എങ്ങനെ അങ്ങനെ ആക്കിയത്? ബ്രില്യൻസ്, ഡയറക്ടർ ബ്രില്യൻസ്. അതാണ് ഈ യൂണിവേഴ്സിൽ ഇല്ലാത്ത ആളെന്ന നിലയ്ക്ക് താങ്കൾക്ക് മോഹിനിയാട്ടത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല പടം. ഒറ്റ വാക്കിൽ ഉത്തരവില്ല ഇവിടെ. ലൈറ്റ് പോയില്ല ഇപ്പൊ. ലൈറ്റ് പോകും, പക്ഷെ എന്നാലും പറഞ്ഞോ. ഭരതനാട്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, മോഹിനിയാട്ടത്തിനെ കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. കാരണം ഞാൻ ഭരതനാട്യം കണ്ടിട്ട് ഫാനായിട്ട് മോഹിനിയാട്ടത്തിൽ ചേർന്ന ഒരാളാണ്. പരിപാടി ഉണ്ട്. അപ്പോൾ ഒരു പരിപാടി ഇങ്ങോട്ട് വന്ന കോളോ അങ്ങോട്ട് ചോദിച്ചു മേടിച്ചതോ? അതൊന്നും പറയാൻ ഞാൻ ചോദിച്ചു തന്നെയാ. ഞാൻ സാധനം എടുത്തേ മറ്റേത് ആള് കാണായിരുന്നു നമുക്ക് മോഹിനിയാട്ടത്തില്. പക്ഷെ ലുക്കൊക്കെ കംപ്ലീറ്റ് മാറ്റിയല്ലോ. അതെ, അല്ല അത് നമുക്കാണല്ലോ വേണ്ടത്. അപ്പൊ നമ്മുടെ രീതിയിലൊക്കെ ആക്കണല്ലോ. പാന്റ് അയപ്പിച്ചു, കൊണ്ടുപിടിപ്പിച്ചു, ഷർട്ട് ഇട്ടു, ടീഷർട്ട് ഇട്ടു. സീനിലേ അല്ലാതെ ഇത് ഈ ഭരതനാട്യം കാണുമ്പോ നമുക്ക് ആദ്യം വന്നൊരു തോട്ട് ഭരതൻ നായരുടെ മുകളിലാണല്ലോ ഈ സിനിമ മുഴുവൻ ഇരിക്കുന്നത്. പുള്ളിയായിട്ട് സായ് കുമാർ സാറിനെ എന്തുകൊണ്ട് ആലോചിച്ചു എന്ന്? കാരണം ആ സമയത്ത് പുള്ളി മറ്റേ ജൈജാന്റിക് ക്യാരക്ടേഴ്സ് ചെയ്ത് നിൽക്കുവാണല്ലോ. എങ്ങനെയാ ആ തോട്ട് വന്നേ? അല്ല, ഇത് തന്നെ ഇപ്പൊ ജൈജാന്റിക് ക്യാരക്ടേഴ്സ് ആണല്ലോ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് നിർത്തി പുള്ളിനെ വളരെ ലൈറ്റ് ആയിട്ട് കൊണ്ടുവരിക. ആക്ച്വലി ഒരു ഇന്ററപ്റ്റ് ചെയ്യാണ്. ജൈജാന്റിക് ക്യാരക്ടറാണ് ഇത്. രണ്ട് ഭാര്യ ഒരേപോലത്തെ പിള്ളേര്. കോമഡി എലമെന്റ് ഉണ്ടല്ലോ പുള്ളിക്ക്. പുള്ളി മറ്റേ സാധനം അങ്ങനല്ല, മറ്റേ സെൻസിൽ ജൈജാന്റിക്. വേറെ രീതിയിലും അല്ല, അപ്പൊ അങ്ങനെ ചെയ്തിരുന്ന ആളെ നമുക്കിപ്പോ ഈ ഒരു ലൈറ്റ് ഹ്യൂമർ ആക്കി കൊണ്ടുവരിക. കാരണം കുറച്ച് അതിനായിരുന്നു സായി ചേട്ടനെ മൈ ബോസിലും ചോട്ടോമയിലേക്ക് പിന്നെ അങ്ങനെ ഒരു ഇതിൽ കണ്ടിട്ടുള്ളത്. കുറച്ച് ടൈം ആയിട്ടുണ്ട്. അപ്പൊ കണ്ട ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും തോന്നി. പിന്നെ ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ ഗൗരവക്കാരനാണെന്ന് തോന്നുകയും വേണം, എന്നാൽ ഹ്യൂമർ പെർഫോം ചെയ്യാൻ അറിയുന്ന ആളും വേണം. കാരണം പുള്ളി ഹ്യൂമർ കുറെ പറയുന്നില്ലെങ്കിൽ കുറെ പുള്ളി റിയാക്ഷൻ എന്നാണല്ലോ നമുക്ക് ശരി. അതിന് സായി ചേട്ടൻ പെർഫെക്റ്റ് ആയിരുന്നു. പുള്ളിയോട് ഈ കഥ പറഞ്ഞപ്പോ പുള്ളിയുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? പുള്ളി പറഞ്ഞപ്പോ ഇന്നായിരുന്നു, പുള്ളി ചിരിച്ചു. സെറ്റ് ആയിരുന്നു. ആദ്യത്തെ ഓപ്ഷനെ സായി ചേട്ടനായിരുന്നു. അതെ അതെ അതെ. നൈസ്. ഇതിപ്പോ ഉണ്ടല്ലോ, അതായത് ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയ്ക്ക് ഭരതനാട്യം എന്ന് പറയുന്നത് നിങ്ങൾ ആസ് എ ടീം നിങ്ങൾ എല്ലാവരും ആ സമയത്ത് തിയേറ്റർ റെസ്പോൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. പക്ഷെ തിയേറ്ററിൽ അധികം വർക്കായില്ല. അപ്പോൾ ഒരേ സിനിമയിൽ ഈ രണ്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ അത്ര പെർഫോം ചെയ്യാത്തതും OTT-യിൽ വമ്പൻ ഹിറ്റായതും. ഹൗ ഡിഡ് യു ഹാൻഡിൽ ഇറ്റ്? അത് ആദ്യത്തെയും രണ്ടാമത്തെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ആദ്യത്തെ ഇപ്പോൾ ഓഗസ്റ്റ് 30 ആയിരുന്നു സിനിമ റിലീസ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നത്തെ സെപ്റ്റംബർ 27 OTT ഇറങ്ങുന്നത്. ആ ഒരു 27 ദിവസം കൊണ്ട് എന്റെ പരിപാടി കഴിഞ്ഞു, മനസ്സിലായി, തീർന്നു. ഓക്കെ, ഇനി തിരിച്ച് ഞാൻ മുമ്പ് ചെയ്തിരുന്ന ജോലിക്കൊക്കെ പോകാൻ നോക്കാം എന്നൊക്കെ. കാരണം അതുപോലെ ആയിരുന്നു. കാരണം ഞാൻ സിനിമ ചെയ്ത് തന്നെ ആരും അറിഞ്ഞിട്ടില്ല. പടം മോശമായിരുന്നു എന്നുള്ളതല്ല, ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ തന്നെ റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആളുകളിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു സിനിമ ഉള്ളത് തന്നെ ആൾക്കാർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ ദൈവമേ, ഇതും മുമ്പ് നമ്മൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഒരു പ്രൊഫൈൽ വർക്ക് പോലെയാണല്ലോ സെറ്റ് ചെയ്യുക.
ഇത് വേറൊരു പ്രൊഫൈൽ വർക്ക് ആയിരുന്നേ ഉള്ളൂ, എൻ്റെ ഒരു സിനിമയായിട്ട് എത്തിയില്ല എല്ലാവരിലോട്ടും. പിന്നെ എന്തോ ഭാഗ്യം മറ്റേ OTT എത്തിയതിനു ശേഷം പിന്നെ തിരിഞ്ഞു നോക്കണമെന്നില്ല. ബമ്പൻ ഹിറ്റ് അന്നപ്പോ ആക്ച്വലി OTT-ൽ ഇത് വർക്ക് ആയില്ലായിരുന്നെങ്കിൽ രണ്ടാമത് ഈ സിനിമ ഉണ്ടാവുമായിരുന്നു? ഇല്ലില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു. എന്തിനാ ഞാൻ വീണ്ടും അല്ല ഇപ്പൊ സിനിമ എന്നവരുടെ പരിപാടിയെ നിർത്തുമായിരുന്നോ? ഞാൻ കഥയായിട്ട് നടക്കും. ആ അപ്പൊ ഈ സൈചേട്ടനെ പറ്റി സൈചേട്ടൻ പറയണത് സൈക്കോ ലബർ പരിപാടിയൊക്കെ അല്ല പിടിക്കുന്നത് അതുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭരതനാട്യം റിലീസിന് മുമ്പ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഭരതനാട്യം കഴിഞ്ഞു, റിലീസിന് മുമ്പായിട്ട് ഞാൻ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, അത് പുള്ളിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ എഴുത്തൊക്കെ നിന്നു. ഭരതനാട്യം മുട്ടയോട് കൂടിയിട്ട് അതിൻ്റെ എഴുത്തൊക്കെ നിന്നു. ഇതൊക്കെ ഞാൻ ആര് സിനിമയാക്കാൻ വരാനാണ് എന്നുള്ള രീതിയിൽ നമ്മളവിടെ ഡള്ളായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നീട് OTT വർക്കായപ്പോൾ പിന്നെ ഈ മരിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച് സീക്രട്ട് പുറത്താക്കിയിട്ട് മരിക്കാതിരുന്ന ഈ സംഭവം നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ആക്ച്വലി ഇത്. ഇപ്പൊ നമ്മള് ഈ മറ്റേ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ ബാലേട്ടനിലൊക്കെ കണ്ട പോലത്തെ സാധനമാണല്ലോ. ആ നാട്ടിലെ പരിപാടിയിൽ പിന്നെ എന്താ സംഭവിച്ചത് സീക്രട്ട് റിവീൽ ആയിട്ട്? അത് ഇതുപോലത്തെ സീക്രട്ട് ആയിരുന്നു? പ്രശ്നം സോൾവ് ആയി. ആണോ? അത് അടിച്ചു പിരിഞ്ഞു പോയി. ഇതുപോലത്തെ സീക്രട്ട് ആയിരുന്നു അതും? അതെ, ഇതുപോലത്തെ സിമിലാരിറ്റി ഉണ്ട്. നമ്മൾ കുറെ സിനിമയ്ക്ക് ആക്കിയിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു സീക്രട്ട് തന്നെയായിരുന്നു. ഓക്കെ, ശ്രീ ചേച്ചി, ചേച്ചിയുടെ സിനിമയിൽ കാണുമ്പോഴേ, അതായത് ഇതിനു മുമ്പ് ഞാനിപ്പോ ഇന്നാട്ടോ ഞാൻ ചേച്ചിയെ ശ്രദ്ധിക്കുന്ന ആസ് എൻ ആക്ടർ വരണേ ആവശ്യമുണ്ടല്ലാണ്. വരണേ ആവശ്യമില്ല, അയ്യോ ദേ ഇത് ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ സൗണ്ട് ആണല്ലോ ശ്രദ്ധിക്കുക, ദേ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്നിപ്പോ ഞാൻ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ പണ്ട് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അതെന്താ അങ്ങനെ ഒരു ഗ്യാപ്പ്? അതായത് പണ്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇടാനുള്ള കാരണം എന്തായിരുന്നു? ഗ്യാപ്പ് ഇട്ടതൊന്നുമല്ല, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു 8 or 10 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ. പിന്നെ ഡബ്ബിങ്ങിലേക്ക് വന്നു, ബിസിയായി, നല്ല ബിസിയായി. പിന്നെ വേറെ സിനിമയിലേക്കൊന്നും നോക്കേണ്ടി വന്നില്ല. പിന്നെ എന്നിട്ടും കുറേ ഓഡിഷൻസിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് തമിഴിൽ. അപ്പോൾ അന്നൊക്കെ മെലിഞ്ഞ് ഭയങ്കര പെൻസിൽ പോലെ ഇരിക്കും ഞാൻ. ഓരോ ഡയറക്ടേഴ്സൊക്കെ കണ്ടിട്ട് എന്തെന്നാ ഇങ്ങനെ നീ ഭക്ഷണം കഴിക്കാറില്ലേ, ശരിയാവില്ല എന്ന് പറഞ്ഞൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട്. ഭാരതിരാജ സാറിൻ്റെ പടത്തിൽ, പിന്നെ ഭാഗ്യരാജ് സാർ, ഇവരൊക്കെ കണ്ടിട്ട് അങ്ങനെയുള്ളൊരു കോലമായിരുന്നു ഞാൻ അന്ന്. പിന്നെ ഡബ്ബിങ്ങിൽ തന്നെ അങ്ങ് ബിസിയായി. ഇപ്പോൾ ഡബ്ബിങ്ങൊക്കെ ഒന്ന് ഇല്ലാതായി. ഇപ്പോൾ എല്ലാം പുതിയ ജനറേഷനും പിന്നെ ആക്ടേഴ്സ് തന്നെ അവർ തന്നെ ഡബ്ബ് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ ചില നല്ല ഓഫേഴ്സൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഈ ഒരു കഥാപാത്രം പോലെയൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ അന്നേ ആക്ടിങ്ങിനോട് ഇഷ്ടമുണ്ടായിരുന്നു? ഇഷ്ടമുണ്ട്, ഇഷ്ടക്കേടൊന്നുമില്ല, ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ അയ്യോ എനിക്ക് എങ്ങനെ ആക്ട് ചെയ്യണം, ആക്ട്രസ് ആവണം അങ്ങനെയുള്ള മോഹമൊന്നും ഒന്നിലുണ്ടായിട്ടില്ല. ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവണമെന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയോ ആ ഒഴുക്കിൽ പെട്ടിങ്ങനെ വന്നതാണ്. ഇപ്പൊ ഭരതനാട്യം അല്ലേ, നമ്മുടെ റൊഷാക്കാണെങ്കിലും അതുപോലെ വരണേ ആവശ്യമുണ്ടാണെങ്കിലും അഭിനയിച്ച സിനിമകളാണെങ്കിലും ആസ് എൻ ആക്ടർ ചേച്ചിയുടെ ക്യാരക്ടർ എടുത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു ഭരതനാട്യത്തിലാണ്. സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വലിയ ആർട്ടിക്കിളൊക്കെ വന്നിരുന്നു. അതിൽ ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ച്, അതായത് ആസ് എൻ ആക്ടർ ഭയങ്കര ആളുകൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഹൗ ഡിഡ് യു ഫീൽ അത് കാണുമ്പോൾ? വെരി ഹാപ്പി. ഐ എം ഇൻഡെറ്റഡ് ടു ദി ഡയറക്ടർ കൃഷ്ണദാസിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കാരണം നല്ലൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് എങ്ങനെയാണ് എന്നിൽ എത്തിയതെന്നും എനിക്ക് ഓർമ്മയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ അപ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റായി ഇരിക്കുന്ന എന്നെ ഈ ഒരു നല്ലൊരു വലിയൊരു കഥാപാത്രമല്ലേ, അതും കലാരഞ്ജിനി ചേച്ചിയുണ്ട്, സായേട്ടനുണ്ട്, ഇവരുടെ ഇടയിൽ ഞാൻ അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു ധൈര്യത്തിൽ എന്നെ അത് ഏൽപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷം. എനിക്ക് എന്താ പറയുക, ഡബ്ബിങ് പോലെ തന്നെ അതിനേക്കാളും എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ദൈവത്തോടും എല്ലാവരോടും നന്ദി പറയാനേ ഉള്ളൂ. സന്തോഷമുള്ള ക്യാരക്ടർ. സോ ദി കൺഫ്യൂഷൻ മാറിയോ മോഹിനിയാട്ടം തീർന്നപ്പോൾ? നിങ്ങളുടെ അമ്മയാണോ അത് ഇതാണോ അവിഹിതം എന്നുള്ളത്? സത്യത്തിൽ ആരാണ് അവിഹിതം? അത് കീറിക്കളഞ്ഞതോടുകൂടി ഞങ്ങൾക്കിപ്പോൾ ആ പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു ആ സമയത്തെ. ന്യൂസ് പിടിച്ചെടുക്കാനാണെങ്കിലും ഞാൻ രുക്മിണി അമ്മയായിട്ട് കുറച്ച് കമ്പനിയായിരുന്നു. ആ കൂട്ടത്തിൽ കുറച്ച് സഹതാപവും സ്നേഹവും ഒക്കെ എനിക്കേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഓ പാവം അല്ലെ, അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ മോഹിനിയാട്ടത്തിൽ വാട്ട് ഈസ് ഡിഫറെന്റ്? വാട്ട് ഡു യു തിങ്ക്? മോഹിനിയാട്ടത്തിൽ ക്യാരക്ടേഴ്സിനൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതേ സ്പിരിറ്റിൽ തന്നെ പോകുന്ന, ഒരേപോലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന നല്ല ഒത്തൊരുമയുള്ള ഒരു ഫാമിലി. ആ ക്യാരക്ടേഴ്സിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ പുതിയ കുറച്ച് ആൾക്കാർ വന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും പരിപാടികളും അതൊക്കെ ഉണ്ട്. പ്രശ്നങ്ങൾ എക്സ്ട്രാ വള്ളികൾ വന്നിട്ടുണ്ട്. ഈ വള്ളി ഓൾറെഡി വണ്ടി പിടിച്ച് വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് വള്ളികൾ വന്നു. അങ്ങനെ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ഗുരുതരമാവുകയാണെന്ന് തോന്നുന്നു. എനിക്കൊന്നൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. മറ്റേതൊരു ഫീൽ ഗുഡ് ഫാമിലി അങ്ങനെ പോയി, ഇതിലൊരു ജോണർ ഷിഫ്റ്റ്, ഒരു ക്രൈം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് ഡാർക്ക്. അതെ, ആ പ്രശ്നമാണ് ഈ പടത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ
ഓ ആദ്യം നമ്മൾ പേര് കേട്ടപ്പോഴേ ഞാൻ സൈചേട്ടൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു ഇനി ഈ പുള്ളിക്ക് മൂന്നാമത് വേറൊരു ഭാര്യ വരും മോഹിനി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മോഹിനി വരും പക്ഷെ ഭാര്യയല്ല എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ് നിർത്ത്. പിന്നെ നമ്മൾ അയ്യോ ട്വിസ്റ്റ് ആയി പോവോ എന്നൊക്കെ പറയണ്ടായിരുന്നു. ആ സംശയം ഉണ്ടായിരുന്നില്ല. അതായത് കൃത്യമായിട്ട് ഈ ഡാൻസിന്റെ അതേ പേരിൽ കിട്ടുക എന്നുള്ളത്. അത് ഹൗ ഡിഡ് യു മാനേജ് ഇറ്റ് അല്ലെ? അല്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ചതാണോ? അല്ല, സംഭവിച്ചത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ടൈറ്റിലിന് വേണ്ടി ഉണ്ടാക്കിയ കഥയല്ല, നമുക്ക് കഥ അതിലോട്ട് വന്ന ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ അതിപ്പോൾ പടം കണ്ടിട്ട് ബാക്കി പടം കണ്ടിട്ട് പറയാം. ഇത് ഈ നമ്മുടെ PR ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ സുഭാഷ് ഇതില് ഭയങ്കര സംഭവമാണ്. പുള്ളിയാണ് ഇതിന്റെ മെയിൻ ആള് എന്ന് പറയുന്നത്. സുഭാഷ് ഇതാണ് സുഭാഷ്. നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളല്ലായിരുന്നു സുഭാഷ് ഭരതനാട്യത്തിൽ? ഭരതനാട്യത്തില് അല്ല, ഭരതനാട്യത്തിൽ ഞാനായിരുന്നു സുഭാഷ്. മോഹിനിയാട്ടത്തിൽ ഇങ്ങനെയാണ് സുഭാഷ്. സുഭാഷ് ഇങ്ങനെയാണ്. സുഭാഷ് ഇയാള്. പേര് മാറിയാ? അല്ല, പേര് മാറിയില്ല, സുഭാഷ് തന്നെ. ഇത് പറ, കൺഫ്യൂഷൻ ആക്കല്ലേ. 2 സുഭാഷ് ഉണ്ട്. ഓ, അപ്പൊ പ്രശ്നക്കാരൻ സുഭാഷ് ഈ പുള്ളിയാണോ? നോ, അത് അത് പറയാൻ പറ്റില്ല. പ്രശ്നക്കാരനാണല്ലോ. ആ പണ്ടേ അങ്ങനെയാണല്ലോ. എന്നെ കുറിച്ച് അറിയാലോ. ആ. പിന്നെ ബാക്കി ഇനി കാണാതിരിക്കുന്നത് അവനെ കുറിച്ചല്ലേ. അത് കാണേണ്ടതാണ് അല്ലേ? വാട്ട് ഈസ് യുവർ എക്സൈറ്റ്മെന്റ്? ഭരതനാട്യത്തിന്റെ ഈ സീക്വൽ എന്നുള്ളതാണോ? വരെ വെള്ളം കുടിപ്പിക്കുക, അരി വരെ എല്ലാം കൊണ്ടും ഈ മൊത്തത്തില് ഡയലോഗ് തെറ്റിക്കുക, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും വെള്ളം കുടിപ്പിക്കുക എന്നുള്ളൊരു ക്യാരക്ടറാണ് മൊത്തത്തിൽ ജീവിതത്തിലും പടത്തിലും ഞാൻ അവിടെ ചെയ്തേക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഒന്നാമത് ബേബി ജീനെ അങ്ങനെ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ സോങ് കണ്ടപ്പോ തന്നെ എല്ലാരും പറഞ്ഞു അയ്യോ ഇത് കുറച്ച് സമയം എടുത്തു, ഇത് ഞങ്ങളും ലൊക്കേഷൻ വെച്ചിട്ട് ഈ ലുങ്കിയും ടീഷർട്ടും കുറിയൊക്കെ തൊട്ട് നിൽക്കുന്ന കണ്ടപ്പോ ഇങ്ങനെ പാസ് ചെയ്ത് പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് നോക്കിയിട്ടാണ് അയ്യോ ഇതായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കിയത്. അമ്മ കണ്ട തിരിച്ചറിയില്ല. പക്ഷെ അത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കാണുമ്പോഴേ. അത് ഞാൻ ചോദിച്ചില്ലേ, പാട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഞാനത് പോസ് ചെയ്ത് സൂം ചെയ്ത് നോക്കിയിട്ടാണ് ഇത് നിങ്ങൾ തന്നെ അല്ലേ എന്ന് ഉറപ്പിച്ചത്. ആ ലുക്കിൽ സമയത്താണെങ്കിൽ പോലും കുറെ കുട്ടി ഫാൻസ് ഉണ്ടല്ലോ പാട്ടിന്റെ. ബേബിജിന് അതൊക്കെ ഉണ്ടാവും നിൽക്കും. ബേബിജിന് ഇപ്പുറത്തിരിക്കുന്നത് ഇവർക്ക് മുണ്ട് കയ്യിൽ കൊടുത്തിട്ട് അവിടെ ഇരിക്കുമ്പോ ആർക്കും മനസ്സിലായിട്ടില്ല. ഏറ്റവും അടിപൊളി കാര്യം ഞാൻ അതിന്റെ കൂടെ എക്സ്പ്ലോർ ചെയ്ത കാര്യം, എനിക്കിപ്പോ ധൈര്യമായിട്ട് ഞാൻ ഓടിച്ചാടി നടക്കുന്നുണ്ട് പ്രകൃതിയിൽ. ആരും പ്രത്യേകിച്ച് മനസ്സിലാവണമെന്നില്ല. അവിടുന്ന് തുടങ്ങിയതാ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു കൂരത്തിലായി. നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് ലുക്ക് വേറെ ആയിരുന്നല്ലോ, അതിൽ എൻ്റയർലി മാറിയിട്ട് ഇപ്പം ഓടിച്ചാടി നടക്കാൻ പറ്റും. അതെ, നമ്മൾ സാധാരണ ഇപ്പൊ ബേബി ജി എന്ന് പറയുന്ന ആളെ ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും മ്യൂസീഷ്യൻ ആയിട്ടാണല്ലോ നമ്മൾ ആലോചിക്കുക. പിന്നെയും ആക്ടർ ആയിട്ട് കണ്ടത് ഈ പറഞ്ഞ പോലെ മസിൽ പിടിച്ചിട്ടാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഈ പുള്ളിനെ ആലോചിക്കാനുള്ള കാരണം എന്തായിരുന്നു? ബേബിക്ക് ഒരു ഫീച്ചർ ഉണ്ട്, ബേബിയുടെ കണ്ണും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാരക്ടറിന് കിട്ടും എന്ന് തോന്നി. ആള് വന്നു കഴിഞ്ഞാൽ ബാക്കി പെർഫോമൻസ് തന്നെയാണ്, സ്റ്റിൽ അവന്റെ ലുക്ക് വൈസ് പരിപാടിക്ക് നമ്മൾക്ക് കറക്റ്റ് ആപ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കണ്ടാൽ തന്നെ തരികടയാണെന്ന് തോന്നണം. അപ്പൊ ആ നോട്ടത്തിൽ തന്നെ മറ്റേ ആട്ടിൻതോലിട്ട ചെന്നായി സാധനമാണോ? അതെ. അപ്പൊ അത് ഡയലോഗ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു നോട്ടത്തിൽ തന്നെ കിട്ടും അവന്റെ പരിപാടി. എന്തോ നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോടാന്ന് മറ്റേ ആനപ്പാറയില്ല ചമ്മ ചോദിക്കണല്ലേ ഉണ്ടക്കണ്ണ് കണ്ടാലറിയാം. അപ്പൊ അങ്ങനെ പോയി അപ്രോച്ച് ചെയ്തതൊക്കെ ബേബിനെ. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയിലെ ആ രുക്മിണി എന്ന് പറയുന്ന ക്യാരക്ടർ അത്ര മെയിൻ ക്യാരക്ടറാണ്. ചേച്ചീനെ എങ്ങനെയാ അങ്ങനെ ഭയങ്കര പാവമായിട്ട് തോന്നണം എന്നുള്ളത് ഉണ്ടായിരുന്നു. ഇപ്പൊ ശ്രീചേച്ചിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനെ തോന്നുക. ശരിയാ, ട്രൂ അല്ലേ? ആ ശബ്ദമാണെങ്കിലും എല്ലാണെങ്കിലും നമ്മൾ സാധാരണ രണ്ടാമത് ഫാമിലി വരുന്നെന്ന് പറയുമ്പോൾ അവരും ഭയങ്കര പ്രശ്നക്കാരായിട്ട് നിൽക്കേണ്ടത്. ഇപ്പോൾ അവിടെ യുദ്ധം ഉണ്ടാക്കും എന്നുള്ള പോലെ. പക്ഷെ അങ്ങനെ അവരത് അവരെ കണ്ടാൽ ഓഡിയൻസിനൊരു സിമ്പതി തോന്നണം എന്നുള്ളതായിരുന്നു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നത്. അതിൽ സെറ്റ് ആണെന്ന് അല്ലേ? ആദ്യത്തെ ഓപ്ഷൻ തന്നെ ആളായിരുന്നു. അതെ അതെ. അത് രസമായിരുന്നു. ശരി, രുക്മിണി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് നമുക്കൊരു പാവത്തോന്നും, പ്രത്യേകിച്ച് കലച്ചേച്ചിയുടെ ക്യാരക്ടർ കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന ആളാണല്ലോ. അതും കൂടി ആകുമ്പോൾ കറക്റ്റ് ആയിരുന്നു, അത് സെറ്റ് ആയിരുന്നു. ഈ ഭരതനാട്യം കാണുമ്പോൾ നമുക്ക് ആദ്യം വരുന്നൊരു ഡൗട്ടാണ്, ഒരു പുതുമുഖ സംവിധായകനെ വെച്ചിട്ട് ഈ ഫേസസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ആളുടെ സിനിമ. ഇപ്പം ഇവരെല്ലാവരും ഉണ്ട്, പക്ഷേ കൂട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ആ ട്വിൻസിൻ്റെ. നമ്മളെല്ലാവരും സിനിമ ഇറങ്ങുമ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇത് ഒരാൾ ഡബിൾ റോള് ചെയ്തേക്കുന്നതാണെന്നാണ്. പിന്നെയാണ് ഇത് 2 പേരാണെന്ന് മനസ്സിലാവുന്നത്. ആക്ച്വലി യു കുഡ് ഹാവ് ഡൺ ദാറ്റ് ഡിഫറെൻ്റ്ലി അല്ലേ? ഒരു ഫേസ് വാല്യൂ ഉള്ള ഒരാളെ വെച്ച്, നല്ല പരിചയമുള്ള ഒരാളെ വെച്ച് ഡബിൾ റോൾ ചെയ്യിക്കാം. അത് അവർ അങ്ങനെ വേണ്ടാന്ന് വെക്കാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, ഇവർ തമ്മിലുള്ള സീക്വൻസുകൾ ഉണ്ട്. നമുക്കത് ഈ ടെക്നിക്കൽ പരിപാടികൾ കാണിക്കാതെ വളരെ നാച്ചുറലായിട്ട് തന്നെ കിട്ടണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ട്വിൻസിനെ തന്നെ വെക്കാമെന്നുള്ള തീരുമാനം ആദ്യം ഉണ്ടായിരുന്നു. അത് പുതിയ ആൾക്കാർ തന്നെ ആയിക്കോട്ടെ എന്നുള്ളത് അങ്ങനെ തീരുമാനിച്ചത്. നമുക്ക് ഡബിൾ റോൾ കളി വേണ്ട എന്നുള്ളത് തന്നെ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു ഫ്രെയിമിൽ ഭംഗിയിൽ കാണിക്കണം. അവിടെ നമുക്ക് എവിടെയും ഒരു ടെക്നിക്കലി നമുക്കൊരു ആൾക്കാരെ പറ്റിച്ചിട്ടുള്ള പരിപാടികൾ കാണിക്കാതെ കിട്ടണം എന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നത്. അവിടെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ നമുക്ക് ഉണ്ടാവരുത്. ഒരുമിച്ച് വറകൊക്കെ എടുത്ത് വെക്കുന്നു തിരിച്ചു വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്വിൻസിലോട്ട് പോയതാണ്. അപ്പോൾ ഇവർ ഈ ട്വിൻസ് വെച്ചിട്ട് ഓഡീഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ
മുമ്പ് വേറെ ട്വിൻസിനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവർ നമുക്ക് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു ഏജ് കാറ്റഗറിയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ട്വിൻസിനെ. ആൾക്കാരെ ട്വിൻസ് ഉണ്ട്, പക്ഷെ അഭിനയിക്കാനും കൂടി രണ്ടുപേരും ഒരേപോലെ പെർഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയിരുന്നതൊക്കെ ഒന്നിനും കൊച്ചു പിള്ളേരായിരിക്കും, അല്ലെങ്കിൽ നല്ല പ്രായമുള്ളവരായിരിക്കും. നമുക്ക് വേണ്ട ഏജിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയവരെ വെച്ച് അവർ അത്യാവശ്യം റീൽസൊക്കെ ചെയ്യുന്ന പിള്ളേരായിരുന്നു. അവരെ വെച്ച് നമ്മളൊന്ന് വർക്ക്ഷോപ്പൊക്കെ നടത്തി ഒരു മാസത്തിനടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി. പക്ഷേ അറ്റത്തോട്ടെത്തുമ്പോൾ ഷൂട്ട് എടുക്കും തോറും സെറ്റായി വരുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ മാറ്റി ചിന്തിച്ചതാണ്. നമ്മൾ ഇനി 2 ദിവസം മാത്രമേ മുന്നിലുള്ളൂ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു അന്വേഷണത്തിലാണ് ഇവന്മാരുടെ കാര്യം മനസ്സിലുടക്കിയത്. അങ്ങനെ പൊക്കി കൊണ്ടുവന്നത്. 2 പേർക്കും ഓരോരോ സീൻ വെച്ച് കൊടുത്തു. അങ്ങനെ അതിൽ ഇവൻ അരുൺ ഘോഷ് ഇത് അജയ് ഘോഷ് എന്നൊക്കെ തീരുമാനിച്ചങ്ങ് പ്രാർത്ഥിച്ച് തുടങ്ങി. കാരണം നമുക്കിത് സായിച്ചേട്ടൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം ഇവന്മാരെ. അവിടെ ജബ്ബ പഠിച്ചെന്നാൽ ശരിയാവില്ലല്ലോ. യുവമാർക്ക് പിന്നെ സിനിമയൊന്നും യാതൊരു ബന്ധവുമില്ല. എന്താണ് സായികുമാർ എന്നോ ആരാണ് കലാരഞ്ജനൊന്നും ഇവർക്ക് വല്ല ഐഡിയ ഇല്ല. ഒരാളെ എഡിറ്ററൊക്കെ അല്ലേ? അതൊക്കെയാണ്, അതൊക്കെ ചെയ്യും. പക്ഷെ സിനിമ ഒന്നും കാണാറൊന്നുമില്ല. സൈജേട്ടൻ കളിയാക്കി പറയാം, ഭരതനാട്യം ചെയ്തോണ്ട് അവൻ എന്റെ പേരെങ്കിലും അറിയാം. സിനിമയായിട്ട് അവന്റെ ബന്ധമില്ല അവന്മാർക്ക്. പല പടങ്ങളിലും ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ അവന്മാർ കാണാൻ പോകാറില്ല. ഇത് നമ്മൾ തിയേറ്റർ വിസിറ്റിനൊക്കെ കൊണ്ടുപോയി എന്നുള്ളതുകൊണ്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാറിപ്പോലുണ്ട് അവരെ? എനിക്ക് മാറാറില്ല. എനിക്ക് മാറിപ്പോയിട്ടുണ്ട്. ചേച്ചി എന്നോട് ചോദിച്ചു, നീ എന്റെ മോനായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടി എപ്പോഴും എനിക്ക് എന്റെ മോൻ നീയാണോ എന്റെ മോൻ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അല്ല, അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൂടെ ഞങ്ങളുടെ കൂടെ ഒരുവിധം ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഇപ്പൊ ശ്രീ ചേച്ചിയുടെ സിനിമ കാണുമ്പോഴും അതുപോലെ ഇന്റർവ്യൂസ് കാണുമ്പോഴും നമുക്കുള്ളൊരു പ്രശ്നമാണ്, നമ്മുടെ തലയിൽ ഇങ്ങനെ കാവ്യ മാധവൻ, ശാലിനി ഇവരൊക്കെ ഇങ്ങനെ ഓടി മറിഞ്ഞു പോകും. സിനിമ കണ്ടപ്പോൾ വരണ ആവശ്യമുണ്ട് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ തിയേറ്ററിലിരുന്ന് മനസ്സിലായിരിക്കുന്നു, പക്ഷെ ഇതും കൂടി സെറ്റ് ആവുന്നില്ല കേട്ടോ, ഇത് ശരിയാവില്ല എന്ന്. ഈ സെയിം പ്രശ്നം അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഡയറക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവര് പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ പടത്തിൽ തന്നെ വരേണ്ട ആവശ്യമുണ്ട്. അതിന്റെ ഡബിങ്ങിന് പോകുമ്പോൾ തന്നെ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി കുറച്ച് കാവ്യയിൽ നിന്ന് വിട്ട് ഒന്ന് ബേസ് ഇട്ടിട്ട് പറയണേന്ന്. അപ്പം ഞാൻ മാക്സിമം ബേസ് ഒക്കെ ഇട്ടിട്ടാണ് പറഞ്ഞത്. എൻ്റെ വിചാരം ഭയങ്കര ബേസിലാണ് ഞാൻ ഡബ് ചെയ്തതെന്നാണ്. പക്ഷേ പടം റിലീസായതിനു ശേഷം ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറേ കമൻസ് കണ്ടു. എന്തിനാ കാവ്യ മാധവനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചത്, എന്തിനാ കാവ്യ മാധവനെ ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് ജയിച്ചത്, ഈ പിന്നെ ജോലിക്കാരി തള്ളയ്ക്ക് ഇത്ര നല്ല വോയിസിൻ്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത പടത്തിൽ എല്ലാ ഡയറക്ടേഴ്സും ഇത് പറയും, പക്ഷെ എന്നാലും ഞാനിങ്ങനെ പറയാറുണ്ട്, ദൈവമേ എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ ഡബ് ചെയ്തതില്ല, അപ്പോൾ എൻ്റെ ശബ്ദം എനിക്ക് കൊടുക്കാൻ പറ്റണമല്ലോ, അത് ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം മാറ്റി ചെയ്യാന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഞാൻ തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ ഇപ്പോൾ അങ്ങനെ വിളിയൊന്നുമില്ല ഒന്നും ചോദിക്കലും പറയുന്നില്ല. അപ്പൊ ഇപ്പൊ ശബ്ദം അങ്ങനെ മാറ്റി പറയാൻ പറ്റാറുണ്ടോ? കാരണം എന്താ വെച്ചാൽ ഞാൻ എവിടെയോ ഇന്റർവ്യൂവിൽ എന്താണ് കേട്ടിട്ടുണ്ട്, ഒരു സീനിൽ ഒരു സിനിമയിൽ തന്നെ 5 പേർക്കൊക്കെ ഡബ് ചെയ്ത്. അത് ആ കാലത്ത് അങ്ങനെ എല്ലാ ഇപ്പൊ ആനന്ദവല്ലി ചേച്ചി ആണെങ്കിലും അമ്പിളി ആണെങ്കിലും അതെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. കാരണം അന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ഇന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരൊരു സ്വന്തം വോയിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റി ചെയ്യേണ്ട അവസരങ്ങൾ ഇന്നില്ല, എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ശബ്ദം ഒരു മാക്സിമം ഒരു പരിധി വരെ എനിക്ക് ബേസ് ഇടാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ മോഡുലേഷനോ അല്ലെങ്കിൽ ആ ഒരു ഫീല് നഷ്ടപ്പെടും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഭരതനാട്യത്തിലൊക്കെ അക്സെപ്റ്റ് ആയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ട് ശീലമായല്ലോ. ഞാൻ തന്നെയാണ് ഈ ഫിഗറും വോയിസും ഇന്ന ആളുടെ ആണെന്ന് ആൾക്കാർ ഇപ്പോൾ കുറച്ച് തിരിച്ചറിയുന്നതുകൊണ്ട് ആരോ ഒന്നും പറയുന്നില്ല. വോയിസ് കണ്ടിട്ടാണ്. അതായത് നമ്മളൊരു ഞാൻ അഭിരാമേട്ടനവിടെ പിന്നെ ശ്രുതി ഉണ്ട്, രാത്രിത്തെ ഷൂട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിന് മുമ്പേ നമ്മൾ അതിന് മുമ്പേ കാണുന്നുണ്ട്. ഞാൻ അവിടെ ഒരു പുതിയൊരാളാണ് ആക്ച്വലി, എനിക്ക് എൻ്റയർലി പുതിയൊരാളാണ്. അപ്പം ഇവരുടെ ഒരു സീക്വൻസ് പരിപാടി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു എന്നുള്ളൊരു സാധനത്തില്ല. അപ്പം എനിക്ക് ലിറ്ററലി ആരാന്ന് അറിയില്ല മൊത്തത്തിൽ. സുഹൃത്തിനറിയാം. അപ്പോൾ ഞങ്ങളൊരു കിണത്തിൻ്റെ ഒക്കത്തൊരു സീനൊക്കെ ഉണ്ട്. കിണത്തിൻ്റെ ഒക്കത്ത് മറ്റേ ഇരുമ്പമ്പുളിയില്ലേ, അതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിൽ ഞാൻ സോഷ്യലൈസ് ചെയ്യാൻ കാരണം തന്നെ ഈ ഇരുമ്പമ്പുളി പൊട്ടിച്ച് നമ്മൾ ഉപ്പൊക്കെ വിതരണം ചെയ്യാം. അപ്പോഴാണ് ശരിക്കും സൗണ്ട് ഞാൻ കേൾക്കണത്, ചേച്ചി സംസാരിക്കണത് എവിടെയോ കേട്ട പോലെ. ഞാനത് ചോദിച്ചില്ല, ഞാൻ ഉപ്പ് കൊടുക്കുന്നുണ്ട്, ഉപ്പിൻ്റെ അങ്ങനെ എന്തോ ഒരു മാങ്ങ ഇരുമ്പമ്പുളിയുടെ കാര്യമൊക്കെ. അപ്പം ഇരുമ്പമ്പുളിനെ കുറിച്ചിട്ട് എന്തൊക്കെ പറയാം. അപ്പോഴാണ് ഞാൻ സാധനം നോക്കണത്. ഓക്കെ അല്ല അതുവരെ അല്ലേ ഒരു സത്യം പറയട്ടെ,
ബേബി ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഷൂട്ടിന് വന്നപ്പോൾ ഒക്കെ ആരോടും മിണ്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ കൂളിംഗ് ഗ്ലാസ് വെച്ച് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഭയങ്കര മസിൽ പിടുത്തം സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലോ. ഞാൻ എന്നിട്ട് പിന്നെ ദിവ്യയുടെ അടുത്ത് ശ്രുതിയുടെ അടുത്തൊക്കെ പറഞ്ഞു, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വലിയ ആർട്ടിസ്റ്റ് ആണോ, ഒരു നോക്കുന്ന പോലും ഇല്ല, നമുക്ക് ഒരുപാട് മുഖത്ത് നോക്കിയാലേ ഒന്ന് ചിരിക്കാൻ പറ്റും, ഇങ്ങനെ പോകുമ്പോൾ പോലും പുള്ളി ഇങ്ങോട്ട് ഒന്നും ഒരു മൈൻഡ് ഇല്ല. ശരി, ഒന്നുമില്ലെങ്കിലും നമ്മൾ ആരോ ആയിക്കോട്ടെ, നമ്മള് സാധാരണക്കാരാണെങ്കിൽ പോലും നമ്മളൊരു സെറ്റിൽ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ, ആ ഒരു ഇതില്ല, ഒരൊറ്റ പോക്ക്. അപ്പം ഞാൻ ഭയങ്കര ജാടയാണ്. അപ്പം ഞാൻ എൻ്റെ പിള്ളേരോടൊക്കെ ചോദിച്ചു, നിങ്ങളോടൊക്കെ മിണ്ടുന്നുണ്ടോ? എനിക്ക് പിന്നെ ഇപ്പം വലിയ റാപ്പ് സിംഗറാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ ജാട ഇടുകയെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ബേബി തന്നെയാണത്. പോകുമ്പോ വള്ളിത്തേരുണ്ടോ കാരവാനിൽ കയറി കഴിഞ്ഞാൽ ബേബിയുടെ കുറിച്ച് നമുക്കുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, അങ്ങനത്തെ പാട്ടൊന്നല്ല കേൾക്കുക. മഴവിൽക്കാടിയിലെ പാട്ടൊക്കെ കേട്ട് അവിടെ അങ്ങനെ ഇരിക്കണ്ടാവും. ബാക്ക് ടു ബാക്ക് കേൾക്കുന്ന പാട്ട് ഏതാ? അതായത് ഭയങ്കര ടൗൺ പുഴയായി എന്നുള്ളൊരു ട്രാക്ക് ഉണ്ടല്ലോ, തിളക്കത്തില് നീ ഒരു പുഴയായി തഴുകുമ്പോൾ, അങ്ങനത്തെ പാട്ടൊക്കെ കേട്ടിരിക്കാറുള്ളത്. കിട്ടിയാ? പിക്ചർ അറിയാം. ഇങ്ങനെ പ്ലേലിസ്റ്റ് ആണ്. ഞാൻ അഭിരാമേട്ടന്റെ പ്ലേലിസ്റ്റിന്റെ ഫാനാ. കുറച്ച് സാധനങ്ങൾ ഇടും. അതെന്താ അബ്രാമിന്റെ പാട്ട് പാടും പാടും. ഹിന്ദി പാട്ടൊക്കെ ഭയങ്കര പഴയ മലയാളവും പഴയ ഹിന്ദിയൊക്കെയാണ് കൂടുതലും. അല്ല, സ്വാധീൻ സിംഗർ ആയതുകൊണ്ട് ഇവര് തമ്മില് ഭയങ്കര ഒരുമിച്ച് പാടും. മാത്രല്ല എഫേർട്ട് എടുത്തിട്ട് മൈക്കും സ്പീക്കറും ഒരു വൺ ഡേ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരു മേ ബി ഒരു 5 days ആവാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് സാമഗ്രികളും സ്പീക്കറൊക്കെ എത്തും. ആൻഡ് ഹീസ് എൻജോയിങ് ദാറ്റ് തിങ് എവറി ഡേ ലൈക്ക് എ ലാസ്റ്റ് ഡേ ഹീസ് എൻജോയിങ് ലൈക്ക് ദാറ്റ്. അതെ, അങ്ങനെ ബേബി ആയിട്ട് ഇപ്പൊ ഇരുന്ന് നമ്മൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ തുടർച്ചയായി എപ്പോഴും പാടുന്നൊരു പാട്ട് ഏതാ? അത് പുറത്തു പറയാൻ പറ്റില്ല. പുറത്ത് പറയാൻ പറ്റുന്ന പാട്ട് ഏതാ? ബേബിനെ കൊണ്ട് ഞാൻ പല പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട്. മാണിക്യമലരായി പാടിക്കലുണ്ട്, പാടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ സ്വാതി ഒരുപാട് നല്ല പാട്ടുകൾ അവൻ പുള്ളി പിന്നെ പാട്ടുകാരനാണല്ലോ, പഠിച്ചിട്ടുള്ളതുമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നിങ്ങളുടെ പ്ലേലിസ്റ്റിലുള്ള ആദ്യത്തെ ഒരു ടോപ്പ് 5 പാട്ടുകൾ പറയാം, മലയാളം പാട്ടുകൾ കേട്ടോ. മലയാളത്തിൽ എൻ്റെ പ്രമദവനാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. സീരിയസ് ആയിട്ട് അല്ല, ഞാനത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പിന്നെ കളിപ്പാട്ടമായി കൺമണി എന്നുള്ള പാട്ട്, പിന്നെ ആകാശഗോപുരം പൊന്മേട എന്നുള്ള പാട്ട്, അത് കഴിഞ്ഞാൽ പവിഴം പോൽ പവിഴാതുരം പോൽ, പിന്നെ വെള്ളാരപ്പൂ മല മേലെ. ഇതൊക്കെയാണ് ഞാനിങ്ങനെ മലയാളത്തിലെ പാട്ടുകൾ. രസമാണ് ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇരിക്കും. നമ്മള് മോഹിനിയാട്ടത്തിന്റെ ഷൂട്ടിലായ സമയത്തും ഡെയിലി നമ്മൾ സോഷ്യലൈസ് ചെയ്യും. ഇറ്റ്സ് നീഡഡ്. അല്ല, ഈ പറഞ്ഞ പോലെ ബേബി അങ്ങനത്തെ ഒരു മ്യൂസിക് ടേസ്റ്റിലെ ആളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതെനിക്ക് നമ്മൾ വി ഡോണ്ട് എക്സ്പെക്ട്. ഈ സിനിമ ഇറങ്ങിയതുകൊണ്ട് ഇന്റർവ്യൂസ് ഇറങ്ങുന്നതുകൊണ്ട് താങ്കളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആദ്യം കാണുമ്പോൾ എല്ലാവരും മനസ്സിലാക്കും ബേബി ജാട ഇടുന്നതല്ല, മസിൽ പിടിക്കുന്നതല്ല, തെറ്റിദ്ധാരണ അങ്ങ് മാറി കിട്ടും അല്ലേ? ഞാനും തെറ്റിദ്ധരിച്ചതിന് വെരി സോറി. അത് കുഴപ്പമില്ല, രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട് തെറ്റിദ്ധാരണകൾ. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല, ശരിയായിട്ട് ധരിക്കാൻ പറ്റില്ല എന്ന് അല്ലെ? അതാണ് ഉദ്ദേശം. മാണിക്യമലരായ പൂവി അതൊന്ന് പാടോ? മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, പുണ്യനാട്ടിൽ വിലസിടും നാരീ. അതില്ലേ? അപ്പൊ ഭരതനാട്യം പോലെ തന്നെ ഭരതനാട്യം OTT-ൽ എങ്ങനെ ഹിറ്റായോ അതുപോലെ ഭരതനാട്യം OTT-ൽ എങ്ങനെ ഹിറ്റായോ അതുപോലെ മോഹിനിയാട്ടം തിയേറ്ററിലും വമ്പൻ ഹിറ്റായി മാറട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.